സഹോദരനായിട്ട് കാണണോന്ന് പറഞ്ഞപ്പോ നിങ്ങൾ എല്ലാവരും അപ്പ തന്നെ വിട്ടു. എന്റെ സ്നേഹം ആത്മാർത്ഥമായത് കൊണ്ട് ഞാൻ ഇപ്പോഴും അവന്റെ പുറകെ നടക്കും. പിന്നെ അവനീ പറയണ സ്പാർക്ക് ഉണ്ടല്ലോ, അത് ഇന്നല്ലെങ്കിൽ നാളെ എന്നോട് തോന്നിയിരിക്കും. നോക്കിക്കോ. ഞാൻ കണ്ടോളൂ, ഞാൻ മാത്രം കണ്ടോളൂ. കോട്ടൺ സാരി നല്ല തലവർത്തിയതല്ലേ. ഒന്നുമില്ല. പാപ്പം കഴിച്ചാ മോൻ. ചേച്ചി വെച്ചാ ഒരു മാച്ചും ഇല്ലല്ലോ. അഞ്ചുകുട്ട വാതിലൊക്കെ പൂട്ടിട്ടൊക്കെ തീറ്റിച്ചു കൊല്ലാനുള്ള പരിപാടിയായിരിക്കുള്ളൂ. ബീഫ് സൂപ്പറാണ്ടാ. നീ എടുക്കുന്ന ഓരോ ബീഫിന്റെ കഷ്ടത്തിലും നമ്മുടെ ജീവന്റെ വിലയുണ്ട്. കഴിക്കേ. സൂപ്പറാണ്ടാ. അയ്യോ സാറേ, ചോദിക്കുന്നുണ്ടൊന്നും തോന്നരുത്. സാറെന്തിനാ ഞങ്ങളെ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞത്? ലല്ലുവിനോട് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ആവശ്യപ്പെട്ടത് ഇവിടുത്തെ തൊട്ടി പിള്ളേരുമായിട്ട് കൂട്ടുകൂടണം. എന്നിട്ടും അവൻ നിങ്ങളോട് കൂട്ടുകൂടി. പിന്നീട് അങ്ങോട്ട് ഇന്ന് വരെ ഞാൻ പറഞ്ഞ ഒരു കാര്യം അവൻ അനുസരിച്ചിട്ടില്ല. നിങ്ങൾ പറഞ്ഞാൽ അവൻ അനുസരിക്കും. നിങ്ങൾ പറഞ്ഞാലേ അവൻ അനുസരിക്കും. അത്രേ ഉള്ളൂ. അത് നമ്മൾ ചെയ്യൂലേ? വെറുതെ പേടിച്ചിട്ട് അനുസരിച്ച് ചെറുത്ത് വെച്ചാലാ. അല്ല സാറ് എന്താണ് പറയണ്ടെന്ന് പറഞ്ഞില്ല. എത്രയും പെട്ടെന്ന് ലല്ലുവിന്റെ കല്യാണം നടക്കും. ഇത്രയും നാൾ ഓരോ മുടന്ത ന്യായങ്ങൾ പറഞ്ഞിട്ട് അവനെ നീട്ടിക്കൊണ്ട് പോവാ. അവന് ഇഷ്ടപ്പെട്ട പെണ്ണെ നിങ്ങൾ കണ്ടെത്തി കൊടുക്കണം. അതിന് ആരായാലും ശരി, അവരോട് കൊമ്പനായാലെ ജോണിന്റെ മകനാണെന്ന് പറഞ്ഞാൽ മതി. കൊമ്പനായാലും ജോണാരാന്ന് വെച്ചെന്തോ പാഞ്ചി. എന്താ കൊമ്പ സാറേ? ഇനി ലല്ലുവിന്റെ കല്യാണം നടത്തുക എന്നുള്ളത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. ഇതുവരെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഉണ്ടായില്ല, ഇപ്പഴാ ജീവിതത്തിൽ ഒരു അർത്ഥമൊക്കെ ഉണ്ടായത്. സാർ ഒന്നും കൊണ്ട് പേടിക്കണ്ട. ലല്ലുവിന്റെ കല്യാണം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഈ സുമലത ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ചുമതല അത് തന്നെ, ആ തല. സാറേ, ആ ചിക്കത്തിന്റെ പീസ് എടുക്കും. കയ്യെത്താൻ തന്നെ ചിക്കൻ സൂപ്പറുണ്ടോ? ആ തോക്കും കൂടിയാണ് മെനുങ്ങ്. ഇവനെങ്ങനെ ഇവിടെത്തി? മാഡം, എന്റെ ആത്മാർത്ഥയിൽ നിങ്ങൾ ഫ്രൂട്ട്ലെസ് ഗോരി ഒഴിക്കരുത്. ഇത്രയും പെൺപിള്ളേര് വരുന്ന ബാത്റൂമാണിത്. അവരുടെ സുരക്ഷയെ മുൻനിർത്തി എന്റെ പ്രത്യേക താല്പര്യപ്രകാരം ഞാനാണ് ഇവനെ പ്രത്യേകം നിയമിച്ചത്. മാഡത്തിന് അറിയോ, ഇവൻ ജന്മനാ അനന്തനാണ്. അനന്തൻ. കണ്ണുകൊണ്ടുടന്ന് കണ്ട നിശ്ചല ഛായാഗ്രഹണം കണ്ടാ. അയ്യോ സോറി മിസ്റ്റർ പാഞ്ചി, റിയലി സോറി. മോനെ സോറി കേട്ടോ. ഇറ്റ്സ് ഓക്കെ മാഡം. തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല ഗോപു എന്നാണല്ലോ. മനം പിടിച്ച് നീ ഇവിടം വരെ എത്തിയതല്ലേ അമ്മട്ടി മോനെ? എന്നിട്ട് കിന്നാരത്തുമ്പിലെ ഡയലോഗ് നിന്നെ ആരുടെ ഇങ്ങോട്ട് വിളിച്ചത്? ലല്ലുവിനൊരു കൂട്ടിന്. എന്നിട്ട് ലല്ലോടെ പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റോ ചൊല്ലി, കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാട്.